പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. സജിത്ത് പുത്തോട് വ്ളോഗ്സ് എന്ന എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ നാട് വിട്ട് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന വീഡിയോസ് കൂടുതലായും ഉൾഗ്രാമങ്ങൾ, ട്രൈബൽ ഗ്രാമങ്ങൾ മുൻനിർത്തിയാണ് നമ്മുടെ വീഡിയോസ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിതുര ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കൊങ്ങൻമരത്തിൻമൂട് എന്ന് പറയുന്നൊരു ഉൾഗ്രാമത്തിലേക്കാണ് കേട്ടോ എൻ്റെ യാത്ര എന്ന് പറയുന്നത്. ഈ കൊങ്ങൻമരത്തിൻമൂട് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് നമുക്ക് പിറകിൽ കാണുന്ന ഈ ഒരു നടവഴി മാത്രമാണുള്ളത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പാലം ഉണ്ടല്ലോ, ആ ഒരു പാലത്തിന് അക്കരെയാണ് ഇവർ ആഹാര സാധനങ്ങളും അതുപോലെ വീട് വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ആ ഒരു പാലത്തിന് അക്കരെ കൊണ്ടെത്തിച്ചതിന് ശേഷം ഇവിടെ നിന്നെല്ലാം തലചുമടായിട്ടാണ് കേട്ടോ ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തിക്കുന്നത്. വീടുകൾ വയ്ക്കുന്നതായാലും ഇവർ ആഹാരങ്ങൾ പാകം ചെയ്ത് കഴിക്കുന്നതായാലും റേഷൻ മേടിക്കുന്നതിനായാലും ഒക്കെ വണ്ടി എത്തുന്നത് അക്കരെ മാത്രമാണ്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് കാൽനടയായിട്ട് യാത്ര ചെയ്ത് ഈ ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും അതുപോലെ ഇവിടുത്തെ മനുഷ്യരുടെ പ്രശ്നങ്ങളും ഒക്കെ മുൻനിർത്തിയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും സജിത്ത് പുത്തോട് വ്ളോഗ്സ് എന്ന എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് കേട്ടോ കല്ലാർ നദി. ഈ നദിക്ക് കുറുകെ ഇവർക്ക് ഈ ഒരു കൊങ്ങൻമരത്തിൻമൂട് എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ളവർക്ക് എത്തിപ്പെടാനായിട്ടുള്ള പ്രധാന മാർഗമെന്ന് പറയുന്നത് ഇതാണ്ട ഈ കാണുന്നൊരു കമ്പിപ്പാലം മാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കമ്പിപ്പാലത്തിന് ഇക്കരെ ഞാൻ കണ്ട ആ ഒരു പൊന്മുടി റോഡുണ്ടല്ലോ, ആ റോഡിൻ്റെ അവിടെയൊക്കെ കല്ലൊക്കെ കൊണ്ട് ഇറക്കിയതിന് ശേഷം തലചുമടായിട്ടാണ് ഈ ഒരു ഗ്രാമത്തിലുള്ളവർ ഈ കമ്പിപ്പാലം വഴി തലചുമടായിട്ട് ഇഷ്ടികകളൊക്കെ കൊണ്ടുപോയി അതുപോലെ സിമൻറ്റുകൾ ഒക്കെ കൊണ്ടുപോയതിന് ശേഷമാണ് ഈ ഒരു ഗ്രാമത്തിലേക്ക് വീടൊക്കെ ഇവർ വയ്ക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മഴയൊക്കെ പെയ്തതിന് ശേഷം നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത് കണ്ടോ. കല്ലാർ നദിയിൽ നല്ല വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ആ കാണുന്ന ടോപ്പുകളൊക്കെ നമ്മുടെ പൊന്മുടിയുടെ ഭാഗമായിട്ടുള്ള മലകളാണ്. പിന്നെ അങ്ങ് ദൂരെ ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടം ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും, പക്ഷേ നമ്മുടെ ക്യാമറയിലൂടെ അതൊന്നും പകർത്തിയെടുക്കാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. കൊങ്ങൻമരത്തിൻമൂട് എൻട്രി ഇങ്ങനെ കയറി വന്നപ്പോൾ ഈ കാണുന്ന ഒരു കുഞ്ഞു വഴി മാത്രമേ ഉള്ളൂ കേട്ടോ ഈ കൊങ്ങൻമരത്തിൻമൂട് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് എത്തിപ്പെടാനായിട്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കയറി വന്നപ്പോൾ ഇവിടുത്തെ കുറേ ചേട്ടന്മാരെ കണ്ടിട്ടുണ്ട്. ചേട്ടാ പേരെന്തോന്നാണ്? എൻ്റെ പേര് രാജേഷ് എന്നാണ്. മുല്ലമൂടാണ് സ്ഥലം. ചേട്ടൻ എന്തോ ജോലിയൊക്കെ എന്താണ്? ഞാൻ വൈദ്യമാണ്. എൻ്റെ തൊഴിൽ വൈദ്യ ചികിത്സയാണ്. നമ്മുടെ ആദിവാസി വൈദ്യം. ട്രഡീഷണൽ ആദിവാസി വൈദ്യനാണ്. ഓക്കെ. ചേട്ടാ പേരെന്താണ്? വിജയകുമാർ. ജോലി എന്താണ്? ജോലി കൂലിപ്പണി തന്നെ, ടാപ്പിങ്. ചേട്ടൻ്റെ പേര് രജനീഷാണ്. രജനീഷ്. ജോലി ഫാമിലാണ്, കോഴി ഫാമാണ്. ഓക്കെ. മാമ പേരെന്തോതാണ്? നാരായണ. ഇവിടെ കൊങ്ങൻമരത്തിൻമൂട് സെറ്റിൽമെന്റിലുള്ളതാണ്. ചേട്ടാ പേരെന്തോതാണ്? രാഹുൽ. സെറ്റിൽമെന്റിലുള്ള. എൻ്റെ സഹോദരനാണ് രാജേഷ്. ഓക്കെ. അപ്പോൾ ഈ ചേട്ടൻ്റെ അനിയനാണ് ഈ ഒരു ചേട്ടൻ കേട്ടോ. അപ്പോൾ കൊങ്ങൻമരത്തിൻമൂട് ഞാൻ ആദ്യം വന്നപ്പോൾ ആരെയും കണ്ടില്ല. ഞാൻ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പതറി, ആരെയും കാണാനില്ല, എന്താവുന്നൊരു പിടുത്തല്ലോ. പക്ഷേ തുടക്കത്തിൽ തന്നെ ആൾക്കാരെ കാണാൻ പറ്റി, നമ്മുടെ സഹോദരങ്ങളെ കാണാൻ പറ്റി. ഒരുപാട് സന്തോഷം. ചേട്ടാ എന്തായാലും വീഡിയോസൊക്കെ കാണുക. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ എന്തായാലും ചേട്ടാ നടക്കട്ടെ. അപ്പോൾ ഈ ഒരു ചേട്ടന് നല്ല നാട്ടുവൈദ്യമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ആദിവാസി നാട്ടുവൈദ്യമാണ് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ്റെ നമ്പർ ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുക്കാം, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അല്ലേ ഏതൊക്കെ ചികിത്സകളൊക്കെ? തിരുമല, ആവിക്കുളി, നമ്മൾ അസുഖ സംബന്ധമായിട്ടുള്ള എല്ലാ ചികിത്സകളും ചെയ്യുന്നുണ്ട്. പൊതു ചികിത്സയാണ്. ഓക്കെ. അപ്പോൾ ചേട്ടൻ്റെ നമ്പർ കൊടുക്കാം, എല്ലാവരും കയറി നോക്കുക. ചേട്ടാ പേരൊന്നും കൂടെ പറഞ്ഞാണ്? രാജേഷ്. ഞാൻ താഴെ നമ്പർ രാജേഷ് കാണി എന്നാണ് എൻ്റെ പേര്. രാജേഷ് കാണി. ഓക്കെ, രാജേഷ് കാണി. ഓക്കെ ചേട്ടാ, ശരി ചേട്ടാ, ശരി. എന്തെങ്കിലും വാഹനങ്ങളൊക്കെ വരണമെങ്കിൽ തന്നെ ഇവിടെ നിന്ന് നമ്മൾ കണ്ടല്ല, ആ ഒരു പാലത്തിൻ്റെ അക്കരെ ആ ഒരു റോഡിൻ്റെ അവിടെ വലിയ വാഹനങ്ങളൊക്കെ വരാറുള്ളൂ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വേണമെങ്കിൽ കാൽനടയായിട്ട് തന്നെ ഈ ഒരു വഴിയിലൂടെ നമുക്ക് പോകണം കേട്ടോ. അപ്പോൾ നമുക്കെന്തായാലും ഇനി മുന്നിലേക്ക് യാത്ര ചെയ്ത് പോയതിന് ശേഷം ഇവിടെയുള്ള ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഇക്കരെ നമ്മൾ പാലമൊക്കെ കണ്ടതിന് ശേഷം ഇക്കരെ വന്നപ്പോഴാണ് കുറച്ച് ചേട്ടന്മാരെയൊക്കെ കണ്ടത് കേട്ടോ. ഈ ഒരു സെറ്റിൽമെൻറ്റിലുള്ളതാണ്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റി. അപ്പോൾ ഈ കാണുന്നത് കണ്ടോ, ഇതെന്ന് പറയുന്നത് കല്ലാർ നദിയാണ് കേട്ടോ. കല്ലാറെന്ന് ഇവിടെ പറയും. അങ്ങോട്ട് പോകുന്തോറും വാമനാപുരം നദി എന്നാണ് ഈ ഒരു നദീനെ അറിയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഒരു നദിയിൽ നല്ല മഴയൊക്കെ പെയ്തതിന് ശേഷം അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊന്നും മീൻ പിടിക്കാനെന്നുള്ളൊരു പെർമിഷൻ ഇല്ല എന്നാണ് ഞാൻ കേട്ടത്. അത് കൃത്യമായിട്ട് അറിയത്തില്ല. പിന്നെ ഈ ഒരു സെറ്റിൽമെൻറ്റിൽ കറണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു ഉൾവനത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ടക്കരെ കൃഷിവിളകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഈ ഒരു ആറിന് ഇക്കരെയും കുറച്ച് കൃഷിവിളകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ഭാഗമെല്ലാം വനമാണ്. അപ്പോൾ ഇവിടെ അങ്ങ് കുറേ മുന്നിലേക്ക് പോകുമ്പോഴായിരിക്കാം നമുക്ക് സെറ്റിൽമെൻറ്റിലെ കൃഷിവിളകളും അതുപോലെ ആൾക്കാരുടെ താമസമുള്ള വീടുകളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ കണ്ടോ, ഭയങ്കര രസമാണ്. ഈ ഒരു സൈഡിലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്. തൊട്ടടുത്ത് കല്ലാർ നദിയും ഈ കാണുന്ന സൈഡിൽ ഒരു വനവും പിന്നെ
എന്താ പറയണ്ടേ, ഈ അക്കരത്തെ സൈഡിലെ കാഴ്ചകളും ഇതാ അങ്ങ് കാണുന്ന പൊന്മുടി മലനിരകളുടെ കാഴ്ചകളും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. തൊട്ട് സൈഡിലൂടെ കല്ലാർ നദിയും പിന്നെ ഇതാ ഈ കാണുന്ന നടവഴിയും പിന്നെ ഇതാ ഈ കാണുന്ന നല്ല മനോഹരമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞൊരു ഉൾവനവും. ശരിക്കും ഈ ഒരു ഗ്രാമത്തിലേക്ക് വൈദ്യുതി പോയിട്ടുണ്ട് കേട്ടോ. അതാണ്ട ഈ കാണുന്ന പോസ്റ്റുകളൊക്കെ കണ്ടോ, പോസ്റ്റ് മാർഗം കറണ്ട് ഈ ഒരു ഗ്രാമത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നെറ്റ്വർക്കിൻ്റെ സംവിധാനങ്ങളില്ല എന്നൊക്കെയാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് കുറേ ദൂരം ഇങ്ങനെ നടന്നതിന് ശേഷം മാത്രമാണ്, ഒരു 2 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. ഞാൻ വണ്ടി വെച്ച് അവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം അടുപ്പിച്ചുണ്ട് ഈ ഒരു ഗ്രാമത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട്. ഈ ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ ചെറുതായിട്ടൊന്നും ആൾക്കാരൊക്കെ ഇങ്ങനെ പോയതുകൊണ്ട് നമുക്കധികം പ്രശ്നമില്ല. ശരിക്കും ഈ ഒരു വഴിയിലെല്ലാം ആനയുണ്ടല്ലോ, കാട്ടാനകളൊക്കെ പോകുന്ന വഴികളാണ്. അതുപോലെ തന്നെ രാത്രിയെല്ലാം ഒറ്റയ്ക്ക് ഇങ്ങനെ പോവുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കുറച്ച് ദൂരം ഇങ്ങനെ യാത്ര ചെയ്ത് വന്നപ്പോൾ കല്ലാറിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഒരു അടിപൊളി ഒരു പാറയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ കല്ലാർ നദിയും തൊട്ട് മുകളിൽ അടിപൊളി ഒരു മലനിരകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ 2-3 പയ്യന്മാരെയൊക്കെ കാണാൻ പറ്റി. നമ്മുടെ കൊങ്ങന്മരത്തിൻ മൂടെന്ന് പറയുന്ന സെറ്റിൽമെൻറ്റിലുള്ളതാണ്. നമുക്കെന്തായാലും ഈ പയ്യന്മാരെ പരിചയപ്പെടാം. ഞാൻ കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് യാത്ര ചെയ്ത് വന്നപ്പോൾ കൊങ്ങന്മരത്തിൻ മൂട് സെറ്റിൽമെൻറ്റിലുള്ള 2-3 പയ്യന്മാരെ കണ്ടിട്ടുണ്ട്. നമുക്ക് അവന്മാരുടെ പേര് തന്നെ ചോദിക്കാം. പേരെന്തോന്നാണ്? അനു. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? എത്ര വരെ പഠിച്ചു? ഓക്കെ. അടുത്ത പേരെന്തോന്നാണ്? അജിത്ത്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +2. എൻ്റെ പേരെന്തോന്നാണ്? കാർത്തിക്. ഓക്കെ. അടുത്ത കഴിഞ്ഞിട്ട് പയ്യന്മാരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ 3 പയ്യന്മാരെ നമുക്ക് കാണാൻ പറ്റി. അവിടെ നിന്നപ്പോൾ പയ്യന്മാരുടെ അടുത്ത് ചോദിച്ച്, അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയ പയ്യന്മാർ എന്നെ സെറ്റിൽമെൻറ്റ് കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പയ്യന്മാർ എന്നെ കണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴികളൊക്കെ കാണാൻ അടിപൊളിയാണ്. ഇപ്പോൾ ഇവിടെ കറണ്ടൊക്കെ ഉണ്ട് കേട്ടോ. കറണ്ട് നമ്മളെ നാട്ടിൽ പോലെയല്ല, ഇവിടെ ഈ കമ്പിയാണ് ഇട്ടിരിക്കുന്നത്, കേബിളല്ല കമ്പിയാണ്. ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഞാൻ മുമ്പ് ഒരു ദിവസം വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പോയിട്ടിനി കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ട് സംസാരിക്കണം. ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരെയൊക്കെ കണ്ട് കുറേ കൂടെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ട്. വണ്ടി വരും, പക്ഷേ ചെറിയ ആവശ്യങ്ങൾക്കല്ല വലിയ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഇവിടെ വണ്ടി വരാറുള്ളത്. ഈ വീട് വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള കട്ടകളൊക്കെ കൊണ്ടുവരുന്നത് ഈ വഴിയാണ് കേട്ടോ. എനിക്ക് മുമ്പ് അറിയത്തില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ റോഡുണ്ടെന്ന്. അപ്പോൾ ഈ വഴി ഇങ്ങനെ കല്ലൊക്കെ കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ വണ്ടി വരാറുണ്ട്. അപ്പോൾ കുറച്ച് കല്ലൊക്കെ അക്കരെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ആവശ്യത്തിന് മാത്രമാണ് ഈ ഒരു റോഡ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ കാടൊക്കെ കണ്ട, ഇവിടെ എല്ലാം ഇവരുടെ കൃഷിവിളകളാണ്, അളന്നു കൊടുത്തിട്ടുള്ള കൃഷിവിളകളാണ്. അങ്ങ് മുമ്പിൽ കണ്ടിട്ടുണ്ടോ, അതെന്ന് പറയുന്നത് നമ്മുടെ പൊന്മുടി മലനിരകളുടെ ഭാഗമായിട്ടുള്ള ഒരു മലയാണ് കേട്ടോ. അത്യാവശ്യം ദൂരം നമ്മൾ നടന്നതിന് ശേഷം നമ്മളിവിടെ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വീടുകൾ കാണുന്നുണ്ട്. ഇവിടുത്തെ ഒരു വീടാണേ. അപ്പോൾ ഇവർ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കല്ലൊക്കെ ഇറക്കി ഒരുപാട് ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ വീടുകളൊക്കെ കെട്ടിയെടുത്തിട്ടുണ്ട്. ദൂരം നമ്മളിങ്ങനെ യാത്ര ചെയ്ത് വന്നതിന് ശേഷം കൊങ്ങന്മരത്തിൻ മൂടിലെ ഒരു പൊതുവായിട്ടുള്ളൊരു സ്ഥലം കണ്ടു. അത് ഇവിടെ പുതിയതായിട്ട് പയ്യന്മാർ ഇരിക്കാനായിട്ട് എന്താ വെയിറ്റിംഗ് ഷെഡുകളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓണപ്പരിപാടികളൊക്കെ വരുമ്പോൾ ഇവിടെ ആയിരിക്കും അവർ നടത്തുന്നതൊക്കെ. അപ്പോൾ നമുക്കിനി ഇവിടെ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് പോയിട്ട് ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വീട് കണ്ടിട്ടുണ്ടേ. അപ്പോൾ ഈ ഒരു വീട്ടിനകത്തേക്ക് നമുക്ക് പോകാം. അമ്മൂമ്മ പേരെന്തോന്നാണ് അമ്മൂമ്മയുടെ? എൻ്റെ പേര് ഓമന. ഓമന. ഇവിടെ തന്നെയാണ് താമസമൊക്കെ? ഈ വീട്ടിൽ തന്നെയാണ്? അമ്മയ്ക്ക് വേറെ വീടൊന്നും കിട്ടിയിട്ടില്ല? ഈ ഒരു വീട് തന്നെ? എനിക്ക് വീടൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കുള്ളതിനെ കൊണ്ട് ഒറ്റയ്ക്കുള്ളവർക്ക് ജീവിക്കണ്ടേ. ഓ അതാണ് ഞങ്ങൾ അമ്മൂമ്മയ്ക്ക് അതാണ്, ഒറ്റയ്ക്കുണ്ടെങ്കിൽ വീട് കിട്ടൂല. എന്നിട്ട് അങ്ങനെ പറഞ്ഞു. എൻ്റെ വീട് എൻ്റെ കാട്ടിലുള്ള വീട് അവകാശികളുണ്ടെങ്കിൽ വീട് വരുമെന്ന് അങ്ങനെയൊക്കെയാണ് പറയുന്നത് അല്ലേ? പഞ്ചായത്തുകാർ അത് തന്നെ ഞങ്ങളവിടെ. അവർക്ക് ഒറ്റയ്ക്കുള്ളവർ വോട്ട് വേണം. പക്ഷേ ഒറ്റയ്ക്കുള്ളവർക്ക് വോട്ട് വേണം. ഒറ്റയ്ക്കുള്ളവർക്ക് വീട് കൊടുത്തുകൂടാ. വീട് കൊടുത്തുകൂടാ. ഞാൻ പറയും ഇങ്ങനെ തന്നെ മെമ്പർമാരെടുത്ത് പറഞ്ഞത്, മേലാൽ എൻ്റെ മുറ്റത്ത് വന്നു പോരുതെന്ന് പറഞ്ഞു. വന്നാൽ ചൂടുവെള്ളം ഒഴിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്കില്ല. ഇവിടെ ഏത് വാർഡാണ് അമ്മ? ഇത് മണലി വാർഡ്. മണലി വാർഡ് ഇതിരെ പഞ്ചായത്തല്ലേ? അപ്പൊ ഇവിടെ മൃഗശല്യമൊക്കെ എങ്ങനെയാണ്? മൃഗശല്യം പോത്ത്, പന്നി, ആന ഭയങ്കര ശല്യം തന്നെ. ഇന്നലെ പോത്ത് വന്ന് കണ്ട് അവിടെയൊക്കെ ചവിട്ടിട്ടുണ്ട്. ഒന്നും നടാക്കൂല. രണ്ട് മുളക് ചെയ്യുന്നോലും ഇത്. അപ്പം അനു പട്ടി അടിച്ചു വെത്ത്. അപ്പോഴാണ് അനുത് പറയുന്നത് പന്നിയാണമ്മ. പന്നിയല്ല പോത്ത്. അമറി നിന്ന്. ആനശല്യമൊക്കെ എങ്ങനെയാണ്? ആനശല്യമൊക്കെ ഭയങ്കര ശല്യം. ഇതാണ് കേട്ടോ ഈ ഒരു അമ്മമ്മയുടെ വീട്. അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്, വീടൊന്നും കിട്ടൂല എന്നാണ് സർക്കാർ പറയണത്. അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരെയും എന്തായാലും പരിഗണിക്കണം അവർ. അത് തന്നെ
ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് വീട് കൊടുക്കില്ല. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ നിന്ന് പോവുകയാണ്. ഇനി അടുത്ത് വേറെ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് നമുക്ക് അവരുമായിട്ട് ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാവേ. അതിൻ്റെ അടുത്ത് നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചുകൂടെ മുകളിലേക്ക് പോയിട്ട് നമുക്ക് ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് സംസാരിക്കാം. ഇത് ഇവിടെ സെറ്റിൽമെൻറ്റിലുള്ളവർ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വീടാണ്. അപ്പോൾ ഈ വീടൊക്കെ തകർന്നു പോയി. പുതിയ വീടുണ്ടെന്ന്, പുതിയ വീട് പിറകിലാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇവിടെയാണ് മുമ്പ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഇവിടെയൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ അടിപൊളിയാണ്. ഇവിടെ അത്യാവശ്യം നല്ലൊരു വീട് ഇരിപ്പുണ്ടായി. വേണ്ട ഒരു അമ്മൂമ്മയുടെ വീടാണ്. അപ്പോൾ ഒരു അത്യാവശ്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു വീട്. മുമ്പിൽ കാണുന്നത് ഇവിടുത്തെ കൃഷിയൊക്കെയാണ് കേട്ടോ. വാഴയും റബ്ബറൊക്കെ ഉണ്ട് ഇവിടുത്തെ പ്രധാന കൃഷികളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു വീട് കണ്ട്. അപ്പോൾ ആ ഒരു അമ്മൂമ്മയുടെ വീടാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ അങ്ങനെ അമ്മൂമ്മയുടെ വീടിനകത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വിതുര ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടാണ് അല്ലേ അമ്മമ്മ? അല്ല, ഇത് ഗ്രാമപഞ്ചായത്തല്ല, ജില്ലാ പഞ്ചായത്തിന്റെ വീടാണ്. ജില്ലാ പഞ്ചായത്തിന്റെ വീട് ഗ്രാമപഞ്ചായത്തുള്ളവർ കൊടുക്കണം അങ്ങനത്തെ. അമ്മയുടെ പേരെന്തോന്നാണ്? എന്റെ പേര് മീനാക്ഷി. മീനാക്ഷി. ഇവിടെ എങ്ങനെയാണ് വന്യമൃഗങ്ങളുടെ ശല്യം? വന്യമൃഗങ്ങൾ എന്ന് വെച്ചാൽ ഭയങ്കര ശല്യം. ഇതാണ്, നട്ട ഒന്നും കിട്ടൂല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ 10-300 മൂട് വാഴ വെച്ച് ഒരു കൊലയാണ് കിട്ടിയത്, പോയി. അതിന് ശേഷം വാഴ വെച്ച് ഒരു വാഴയില്ല, അത്രയും പന്നി നശിപ്പിച്ചു. ചീനി വെച്ചു, എല്ലാം നശിപ്പിച്ചു. പന്നി, ആന ആണ് ആറ്റങ്ങൾ. ആന താണ്ടി കോഴിക്കോട് വരെ വന്നു. ഒരു നിവർത്തിയില്ല ഞങ്ങൾക്ക് ജോലി ചെയ്ത് തിന്നാൻ. ഇപ്പം മടിച്ചിരിക്കുകയാണ്. ഇതാണ് ഇവിടെയൊക്കെ എല്ലാം നട്ടിട്ടാണ് വല്ലതും കൊണ്ടാ ചെയ്താൽ കിട്ടൂല. അതുകൊണ്ട് നമുക്കുള്ള അതിലാണ് ഇത്, ഇതിനിപ്പുറമാണ് എനിക്കുള്ളത്. അതിനപ്പുറം വേറെയാണ്. ഒരു നിവർത്തിയിൽ നമുക്ക് അതേപോലെ ഫെൻസിങ് ഇടാൻ പൈസയില്ല. 1/2 ഏക്കറിന് 50,000. ഫോറസ്റ്റുകാർ ഫെൻസിങ് ഇട്ടു. അതുകൊണ്ട് മേളിൽ ഇട്ട് അങ്ങ് മേളിലുണ്ട്. ആ ഫെൻസിങ് ഉണ്ട്. അതെന്ന് വെച്ചാൽ പിന്നെ ഫെൻസിങ് ഇട്ട് പോയി ആന വന്ന് പിന്നെ ഫെൻസിങ്ങിൻ്റെ മണ്ടയിൽ നിൽക്കുന്ന മരത്തിനെ ഫെൻസിൻ്റെ മണ്ടയിൽ കൂടെ ഇട്ട് ഇറങ്ങും. അങ്ങനെ നമ്മൾ ചെന്ന് വൃത്തിയാക്കി ഒരു നിവർത്തിയില്ല. അങ്ങ് കാടൊക്കെ നമ്മൾ വൃത്തിയാക്കും. ആന വന്ന് അപ്പുറത്തിരിക്കുന്ന മരത്തിനെ ഫെൻസിൻ്റെ മണ്ടയിൽ കൂടെ വലിച്ചിട്ട് ആന വെള്ളയിൽ ഇറങ്ങി നശിപ്പിക്കും. അവസാനം മേളിലോട്ടൊക്കെയാണെങ്കിൽ ഈ പിടിപറ്റാത്ത മരങ്ങളാണ് മറിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു 5 വർഷമായെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി ആരും ഉത്സാഹിക്കുന്നില്ല. എന്നുവെച്ചാൽ ചെയ്താൽ കിടക്കൂല. ആന ഭയങ്കര ശല്യം. പിന്നെ ഇവിടുത്തെ എന്ന് വെച്ചാൽ തൊഴിലുറപ്പ് ചെയ്താൽ പൈസ കിട്ടാൻ വലിയ പാട്. പെൻഷന്റെ പൈസ 2 മാസത്തെ പൈസ മെനിയാന്നാണ് കിട്ടിയത്. കിട്ടൂല, അങ്ങനെയാണ് കിട്ടണത്. തൊഴിലുറപ്പ് പണി ചെയ്താൽ ഇപ്പോഴും കിട്ടി. ഇപ്പൊ നമുക്ക് പണി നിർത്തി വെച്ചിരിക്കുകയാണ്. മെനിയാന്ന് ഇത്തിപ്പരം കഴിഞ്ഞതിന്റെ ബാക്കി ഇത്തിരി പൈസ കിട്ടി. അങ്ങനെ ഇപ്പോഴും അതും എന്തരാണെന്ന് അറിഞ്ഞോളൂ. ഒരു നിവർത്തിയില്ല. ഒരു നിവർത്തിയില്ലെന്ന് ഒരു നിവർത്തി. 2 ആഴ്ച കൊണ്ട് ഞങ്ങൾ വലിയ കഷ്ടതയിലായിരുന്നു. മഴ സമയമൊക്കെ എങ്ങനെയായിരുന്നു? മഴയും ഉണ്ട്, വെറിയും ഉണ്ട്. എങ്കിൽ ഈ പ്രാവശ്യം മഴ അത്ര കടുത്തില്ല. കടുക്കണ ദിവസം കടക്കും, ഇല്ലാത്ത ദിവസം കുഴപ്പമില്ല. മഴയാകുമ്പോ ജോലിക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടെങ്കിൽ നമ്മൾ പോകും. പോയി നമുക്ക് മീറ്റർ വെട്ടാണ്. ഒരാൾക്ക് 4 മീറ്റർ വെട്ടണം. കല്ലെടുക്കാൻ 4 മീറ്റർ എടുക്കണം. അത് കല്ലെടുക്കുന്ന വെച്ചാൽ നമ്മൾ പിന്നെ കല്ല് ഇളക്കി 2 ദിവസം ഇളക്കിയാൽ 2 സൈഡും കെട്ടി 2 സൈഡും കല്ലടിക്ക് നടുക്ക് മട്ടൻ കെട്ടി അങ്ങ് പോകണം. ഒരേ കണക്കിന് ലെവൽ പിടിച്ച് പോകണം തൊഴിലുറപ്പിന്. പിന്നെ റബ്ബറിന്റെ കട്ടിങ് ആണെങ്കിൽ ഒരാൾക്ക് 4 മീറ്റർ വെട്ടണം. അത് കട്ടിങ് ആയിട്ട് തന്നെ വെട്ടണം, നല്ല രീതിയിൽ തന്നെ വെട്ടണം. പിന്നെ 3 അടി വീതി, 3 അടി പൊക്കത്തിൽ കട്ടിങ് വെട്ടണം. പിന്നെ കുഴി അതും അതേപോലെ, അതും ആ രീതിയിലാണ്. 2 അടി കുഴി, 5 അടി പൊക്കം. അതും അങ്ങനെ തന്നെ. അതിൽ സകലം പോലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. കല്ലടുക്കിലും എല്ലായിടത്തും ഒരേ മട്ടമായിരിക്കണം. ചിലപ്പോൾ അവർ വന്ന് അളക്കണത് നമ്മൾ സകലം ഒരു കല്ല് താത്ത് വെച്ച അവിടെ ആയിരിക്കും. എങ്കിൽ മൊത്തം അതേപോലെ അവർ കണക്കാക്കും. അതുകൊണ്ട് നമ്മൾ എല്ലാം ഒരേ ലെവലായിട്ട് കല്ലടുക്കി പോയിട്ടുണ്ട്. കാട്ടാനയൊക്കെ വന്ന് കൃഷികളൊക്കെ നശിപ്പിക്കാറുണ്ടല്ലോ. ഇപ്പം വാഴ നശിപ്പിക്കും, അതുപോലെ മരിച്ചിനി നശിപ്പിക്കും. നമ്മൾ നടന്ന റബ്ബർ എന്ന് പറയേണ്ട ഉള്ള കൃഷികളൊക്കെ ആനകളൊക്കെ ഒന്ന് നശിപ്പിക്കും. പിന്നെ അതുപോലെ പന്നിയുണ്ട്, പിന്നെ മ്ലാവുണ്ട്, അങ്ങനെ ഒരുപാട് മൃഗങ്ങളെ നശിപ്പിക്കാറുണ്ട്. അപ്പൊ ഇതിന് എന്തെങ്കിലും നഷ്ടപരിഹാരങ്ങൾ
ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നോ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ കിട്ടാറുണ്ടോ എന്തെങ്കിലും? ഇല്ല, അതിലൊന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു സഹായം ഇതുവരെ കിട്ടിയ. നമ്മൾ ഇതിലെല്ലാം എടുത്ത് ഫോട്ടോ എടുത്ത് ഇട്ട് കൊടുത്ത് ആൾക്കാർ ഫോറസ്റ്റുകാർ വന്ന് കണ്ട് എല്ലാം ചെയ്ത്, എന്നിട്ട് ആർക്കും ഒരു സഹായവും കിട്ടില്ല. നമുക്കാണെങ്കിൽ താഴെ ഈ നമ്പർ മൊത്തവും വാഴ ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് ഈ കിടക്കുന്ന നമ്പർ മൊത്തവും വാഴ കൊലയില്ലാത്തതുകൊണ്ട് ഇതേപോലെ ഈ കൂമ്പ് വന്നതുകൊണ്ട് കൂമ്പ് വരാറായതുകൊണ്ട് 2 ദിവസം കയറി പാൻ അത്രയും നശിപ്പിച്ച്. പിന്നെ അത് പോരാത്തണ്ട് പിന്നെ ഞാൻ ഒരു 10-300 മൂട് വാഴ പിന്നെ മാറ്റി വെച്ചു. അതും ആ ഗതിയാണ്. അതിന് ശേഷം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കൃഷി ഓഫീസിൽ നിന്ന് എനിക്കൊരു 60 മൂട് വാഴ കിട്ടി. അപ്പം അവൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവൾ വാങ്ങിച്ചതിൽ 40 കന്ന് തന്നാണ്. അപ്പം 100 കന്ന് വെച്ച് 100 കന്ന് വെച്ചതിൽ ഒരേ ഒരു കൊല കിട്ടി. അതിൻ്റെ കന്നാണ് ഇതാണ്ട് ഇതെടുത്ത് ഞാൻ നട്ട് ഇട്ടിരിക്കുന്നത്. ആ, അതിലുള്ള വാഴയാണ് ആ നിൽക്കുന്ന ഒന്ന്. ആ കിട്ടിയ വാഴയിലാണ്. ആ മടിച്ചോണ്ടാന്ന് ഒന്നും ചെയ്തില്ല. ആ നിൽക്കുന്ന ഒരെണ്ണം. ഈ 2 എണ്ണം ഇനിയുണ്ട്. ബാക്കിയൊക്കെ നശിപ്പിച്ചെന്ന് വെച്ചാൽ വാഴയൊക്കെ അര വീതം ഒരു വളം ഇട്ട് അര വാഴ വന്ന സമയത്തിന് എല്ലാം പന്നി ആനയും തന്നെ നശിപ്പിച്ചത്. അതിൽ ഒരു സഹായവും കിട്ടിയിട്ടില്ല. അതിനുശേഷം പിന്നെ താഴെ 40-50 2-3 പ്രാവശ്യം ചീനി വെച്ച് ഒരു ചീനിക്കമ്പും കിട്ടിയില്ല. അത് പോയിട്ട് നമ്മൾ തൊഴിലുറപ്പ് ചെയ്ത സമയത്ത് നമ്മൾ ഇവിടെ തൈ വെച്ച്, നാടൻ തൈയാണ് നാടൻ റബ്ബറാണ് വെച്ചിട്ട് ഇതുകൊണ്ട് ഈ സൈസ് ആയത് അത്രയും പോത്ത്. അതിൽ ഒരു മൂട് ഇത്തിപ്പറ്റി ഒരു മൂട് ആ പോണ വഴിയിൽ ഞാൻ തൊഴിലുറപ്പോട് പോണ വഴി ഒരു മൂട് ഇത്ര പൊക്കത്തിൽ നിൽക്കുന്നു. ബാക്കി അത്ര 2 പ്രാവശ്യം വെച്ചിട്ട് ഒരു തയ്യും കിട്ടിയില്ല. പിന്നെ അങ്ങനത്തെ നമ്മൾ വട്ടി തൈ വാങ്ങിച്ചിട്ട് നമുക്ക് അത് കിട്ടൂല. അതുകൊണ്ട് അതും ഇപ്പം ചെയ്യണില്ല. വിള ചെന്ന് കണ്ടാൽ നമുക്ക് ഉയരെടുക്കും. നമുക്ക് ചെയ്യണമെന്നുണ്ട്, ചെയ്താൽ കിട്ടൂല. ഇതിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇഷ്ടം പോലെ ആവശ്യം പോലെ ചീനിക്കമ്പും അതും ഇതും ആദായം വെച്ച് എടുത്ത സ്ഥലമാണ്. നമ്മൾ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ പിറ്റേ വർഷമാകുമ്പോൾ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം, നമുക്ക് കൊടുക്കുകയും ചെയ്യാം. നമ്മളങ്ങനെ ആ കൈകാര്യം ചെയ്തതാണ്. ചേമ്പായാലും മരച്ചീനി ആയാലും പിന്നെ ചെറുവള്ളിക്കിഴങ്ങായാലും കാച്ചിലായാലും എല്ലാം ഉണ്ടാക്കിയ സ്ഥലമാണ്. ഇപ്പോഴും ഇല്ല. ഇതാണ്ട് ഇവിടെ അത് പറയും. ഇവിടെ കഴിഞ്ഞ അങ്ങേ വർഷം ഇവിടെ ഞങ്ങൾ കാട് മൊത്തം എടുത്ത് ഇവിടെ ഒന്ന് മേലെ തോണ്ടല്ല അവിടെ കല്ലുണ്ട് അതുവരെ ഇതാണ് ഇവിടെ ഒന്ന് അങ്ങറ്റം വരെ പിന്നെ കാച്ചിൽ നട്ട്, ചെറുവള്ളിക്കിഴങ്ങ് നട്ട്, ചേന നട്ട്, ചേമ്പ് നട്ട്. എന്നിട്ട് എൻ്റെ കിളവന് വേലയും വെച്ച് ഞങ്ങളെ കിളവനെ കൊണ്ട് ആശുപത്രിയിൽ പോയി. പിന്നെ ബിദിരയിൽ പോയി 14 ദിവസം കിടന്ന്, മെഡിക്കൽ കോളേജിൽ പോയി 13 ദിവസം കിടന്ന്, അവസാനം പറഞ്ഞ് പുലയനാറ് കോട്ട പോകണം. പുലയനാറ് കോട്ട പോയി 17 ദിവസം കിടന്ന് വന്നപ്പോഴും ഒരു വകയും കിട്ടിയിട്ടില്ല. ഈ നട്ട സ്ഥലമൊന്നും ഞങ്ങളല്ല വേറെ ആരും പറഞ്ഞു. ഞങ്ങളെല്ലാം നട്ട് ഒരു വെട്ടിക്കൂട്ടും കൂടി എല്ലാത്തിനും കമ്പ് ഊന്നി എല്ലാം പടലി കയറിയതാണ്. എന്നിട്ട് ആ സമയത്തിന് എല്ലാം നമ്മളിവിടെ ഇല്ലാതെ എല്ലാം പോത്തും പന്നിയും തന്നെ. പിന്നെ ആന ഇവിടെ വന്നിട്ട് ആനതാണ് ഈ കോഴിക്കോട് വരെ വന്ന്. പിന്നെ ഇവിടെ വരാത്ത അവർ അപ്പുറത്ത് നേരെ സന്ധ്യ ആകുമ്പോൾ അങ്ങ് വരെ ലൈറ്റ് ഇടും. നമുക്കിവിടെ നമ്മൾ മേലെ ലൈറ്റ് 2 ബൾബ് അത് അടുത്ത് പോയി വാങ്ങിച്ചിട്ടില്ല. വെട്ടം ഉണ്ടായിരുന്ന ആനയ്ക്ക് നമ്മളെ വിളയിൽ ഇറങ്ങൂല, ഇരുട്ട് വാക്കിനെ ഇറങ്ങുള്ളൂ. വെട്ടം ഉണ്ടെങ്കിൽ അത്ര വലിയ ശല്യമില്ല. അങ്ങനത്തെ സ്ഥിതിയാണ് നമ്മളെ സ്ഥിതി. നമുക്ക് ചെയ്യാൻ വയ്യാത്തോണ്ടല്ല, ചെയ്താൽ നമുക്ക് കിട്ടൂല. അപ്പൊ പറയും ഇത്ര സ്ഥലം കിടക്കുന്ന ജോലി ചെയ്താൽ കിട്ടണ്ടേ? ജോലി കൃഷി ചെയ്താൽ കിട്ടണം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ മടിച്ചിട്ടല്ല, നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ ചെയ്താൽ കിട്ടൂല. എന്നിട്ട് നമുക്ക് ഗവൺമെന്റിൽ നിന്ന് ഒരു സഹായവും കിട്ടിയിട്ടില്ല. ഫോറസ്റ്റിൽ നിന്ന് കിട്ടിയിട്ടില്ല, പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല, ബ്ലോക്കിൽ നിന്ന് കിട്ടിയിട്ടില്ല, ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഒരു സ്ഥലത്ത് നമുക്ക് പൈസ ഒന്നും കിട്ടിയിട്ടില്ല. റോഡ് പറഞ്ഞതിന് മുമ്പ് കുറെ വീടുകളൊക്കെ ഈ പാലത്തിന്റെ അക്കരെ കൊണ്ടിട്ടതിന് ശേഷം തലയുമടായിട്ടാണ് ഇവിടെ ചുമന്നാണ് കൊണ്ട് അമ്മൂമ്മയൊക്കെ വീട് കിട്ടിയ വീട് കിട്ടിയ അത് എന്ന് വെച്ചാൽ ആദ്യം എത്ര 4 ലക്ഷം രൂപ എത്രയാണ് ആ ചുമട് ഇവിടെ എത്ര രൂപയാവും? അന്ന് അത് ഞങ്ങൾ കൂലി കൊടുത്തല്ല. ഞങ്ങൾ അരിയൊക്കെ ആറ്റിൻ്റെ കരയെ കൊണ്ടിട്ട് വേവിച്ച് 10 മണിക്ക് ഉച്ചയ്ക്ക് വേവിച്ച് ഞങ്ങൾ 3 സെറ്റുകൾ ഒത്തു ചേർന്നിട്ടാണ് 3 രൂപയുടെ കല്ല് അവിടെ ചുമന്നിട്ടിട്ട് അവിടെ ചുമന്ന് പാറയുടെ അവിടെ ഇട്ടിട്ട് ഇവിടെ മേലോട്ടത്തെ കല്ല് ഇവിടെ ഇട്ട് എനിക്കുള്ള കല്ല് ഇവിടെ ഇറക്കിയിട്ട് മറ്റേ കല്ല് മൊത്തം ഇവിടെ അടിച്ചിട്ടിട്ടാണ് അതേപോലെയാണ് മണല്. അതേപോലെ അപ്പൊ എത്ര പൈസ ആവും? അപ്പി എത്ര ചെമടാവും? അവസാനം മട്ടൻ കെട്ടി കിട്ടിയപ്പോ ആ പൈസ തീർന്ന് രണ്ടാമത് അങ്ങനെ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ഇട്ടിരുന്ന് രണ്ടാമത് അങ്ങനെ ഇരുന്ന് പിന്നെ ഒരു 3, 4, 5 വർഷം ആയപ്പോഴും പിന്നെ 2 ലക്ഷം രൂപ കിട്ടി. അപ്പോൾ ഇതിനകത്ത് വെച്ച എരുമാക്കൊക്കെ ഈ വണ്ണമായി എരുമാക്കി മുറിച്ച് മാറ്റാണ്ട് പിന്നെ രണ്ടാമത് വീട് ഉണ്ടാക്കിയത്.
അങ്ങനെ 2 ലക്ഷം രൂപ കിട്ടി. 2 ലക്ഷം രൂപ കിട്ടിയാൽ പറഞ്ഞ് അത് നടുക്കുള്ള കെട്ട് 4 ഇഞ്ച് കല്ലൊറ്റാണ് കെട്ടിയത്. അത് മൊത്തം പൊളിക്കണം. പൊളിച്ച് പിന്നെ പൊളിച്ചിട്ട് പിന്നെ കല്ല് ബെൽറ്റ് അടിച്ച് വേണം കല്ല് കെട്ടാറുണ്ട്. അതേപോലെ ബെൽറ്റൊക്കെ അടിച്ച് കല്ലൊക്കെ കെട്ടി ആ പൈസയിൽ എങ്ങനെയൊക്കെ 2 ലക്ഷം രൂപയിൽ അത് അവിടെ നിന്ന് 1 ലോഡ് ഇവിടെ വരണേന് അത് 3000 രൂപ ലേബർ പൈസ. 3000 രൂപയാണ് അന്ന് അവിടെ നിന്ന് ഈ തട്ടുകളെ കൂടെ കറങ്ങി ഇവിടെ വരണം. 3000 രൂപ ഒരു വണ്ടി ഇവിടെ വരണേ 3000 രൂപ. അങ്ങനെ പിന്നെ നെറ്റിലിറക്കി പിന്നെ കല്ല് ഇറക്കിയില്ല നമ്മളന്ന്. പിന്നെ ഞങ്ങൾ രണ്ടാമത് ഈ 6 ഇഞ്ചിൻ്റെ കല്ല് ഒരു 150 കല്ലൂടെ എടുത്ത്. അപ്പോൾ 4 ഇഞ്ചിൻ്റെ കല്ല് പന്നലായോണ്ട് പിന്നെ 6 ഇഞ്ചിൻ്റെ കല്ല് 150 കല്ലൂടെ എടുത്തിട്ട് ഞങ്ങൾ മട്ടൻ ഇത് കെട്ടിയില്ല, പാരപ്പറ്റി കെട്ടിയില്ല. അങ്ങനെ കെട്ടി ഇട്ടിരുന്നപ്പോൾ അത് കെട്ടി അത്രയും ചെയ്തിട്ട് അപ്പോൾ ഇത് ഇത്രയും ചെയ്തപ്പോൾ പൈസ തീർന്നു. പിന്നെ ബാക്കി പണി മൊത്തവും മോൻ നിന്ന് ഒറ്റയ്ക്ക് നിന്നാണ് ഇത് അത്ര തേച്ചിറക്കിയത്. അതാർക്കും പൈസ കൊടുത്തതില്ല. ഈ 2 ലക്ഷം രൂപ എത്ര രൂപയാവും? എത്ര കൂലിയാവും? അന്ന് ജോലിക്കാരന് എത്ര? അതില്ല. കങ്ങാരൻ്റെ രഞ്ജത്ത് അവനാണ് കോൺട്രാക്ട് പിടിച്ചത്. അവൻ സെൻട്രൽ വാർപ്പിൻ്റെ പൈസ ഞങ്ങൾ കൊടുത്ത്, പിന്നെ മെയിൻ വാർപ്പിൻ്റെ പൈസ കൊടുത്ത്. ആഹാരമൊക്കെ നമ്മൾ കൊടുക്കേണ്ട കാര്യം പറയണ്ട, നമ്മൾ കൊടുത്തിട്ട് പറയണ്ട. അത് നമ്മൾ കൊടുത്തേ പറ്റിക്കാർ കിടക്കാൻ വീടിന് നമ്മൾ അത് അറിഞ്ഞു കൊടുക്കണം. അതൊക്കെ കൈയിട്ടപ്പി അവൻ നല്ലൊരു പറ്റിച്ച് അവസാനം പറ്റി. പിന്നെ സ്വന്തമായിട്ടാണ് അത് ഒറ്റയ്ക്ക് നിന്നതിൻ്റെ രാത്രിയും പകൽ നിന്നാണ് ഇത് അത്രയും തേച്ചെടുത്തത്. എന്നിട്ട് ഇപ്പോഴും പറഞ്ഞിങ്ങനെ ഈ തൂണൊന്നും പൈസ കൊടുത്ത് അത് സ്വന്തമായിട്ട് തൂണുണ്ടാക്കിയതാണ്. ഈ തൂണിനൊന്നും അവൻ പൈസ കൊടുത്തതല്ല. കാർബൺ പേപ്പർ വാങ്ങിച്ച് കറക്കി കുത്തി. ഇത് കുടമാണ് ചട്ടി വെച്ചത്. 2 കുട പ്ലാസ്റ്റിക് കുടത്തിനകത്താണ് ആ ചട്ടി ഉണ്ടാക്കിയത്. അങ്ങനെയൊക്കെയാണ് ഈ വീടുണ്ടാക്കിയത്. ഇത്രയും സമയം നമ്മൾ ഈ ഒരു അമ്മൂമ്മയുടെ വീട്ടിലാണ് കേട്ടോ പോയത്. ഇതാ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന പയ്യൻ പേരെന്താ മറന്നു? കാർത്തികിൻ്റെ അമ്മൂമ്മയാണ് കേട്ടോ. കാർത്തികിൻ്റെ അമ്മൂമ്മ നമ്മുടെ ഈ ഒരു കൊങ്ങന്മരത്തുംമൂട് എന്ന് പറയുന്ന ഈ ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റിലെ ആനശല്യങ്ങളെക്കുറിച്ചും അതുപോലെ ഇവിടുത്തെ പ്രധാന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മളടുത്ത് പറഞ്ഞു. അതിപ്പോൾ ഞാൻ പറയുന്നതിനെക്കാട്ടിലപ്പുറം അമ്മൂമ്മ പറയുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് ഈ ഭാഗത്തൊക്കെ വാഴയുണ്ടെന്നാണ് പറഞ്ഞത്. അതൊക്കെ ആന വന്ന് നശിപ്പിച്ചതാണെന്നാണ് അമ്മൂമ്മ പറഞ്ഞത്. കുറേ ദൂരം ഇങ്ങോട്ട് നടന്നു വന്നേ. അപ്പോൾ ഇവിടെ കവുങ്ങും പിന്നെ അതുപോലെ വാഴയും പിന്നെ തെങ്ങും റബ്ബറും ഇതൊക്കെയാണ് ഇവിടുത്തെ കൃഷിയെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കെന്തായാലും കുറേ കൂടെ അങ്ങ് മുന്നിലേക്ക് പോയി നോക്കാം ഇവിടുത്തെ മറ്റുള്ള വീടുകളൊക്കെ എങ്ങനെയാണെന്നും ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ. അപ്പോൾ ഇതുവരെ ഉള്ളു കേട്ടോ ഈ ഒരു സെറ്റിൽമെൻറ്റിലെ വീടുകൾ. അപ്പോൾ നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിയൊരു പയ്യനുണ്ടല്ലോ, അവൻ്റെ വീടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും വീടുകളാണ് കേട്ടോ ഉള്ളത് നമ്മുടെ കൊങ്ങന്മരത്തുംമൂട് എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റിൽ. വളരെ കുറച്ച് വീടുകൾ മാത്രമേ ഈ ഒരു സെറ്റിൽമെൻറ്റിലുള്ളൂ. അത്യാവശ്യം എല്ലാ വീടുകളും ഇഷ്ടിക കൊണ്ട് കെട്ടിയ വീടുകളൊക്കെ ആയിട്ട് മാറി. എന്നാലും തേക്കാത്ത വീടുകളൊക്കെയാണ് ഒരുപാടുള്ളത്. അമ്മൂമ്മയുടെ വീടിൻ്റെ അവിടെ നമ്മൾ തിരിച്ചെത്തി കേട്ടോ. കുറേ അങ്ങ് മുകളിൽ കുറച്ച് വീടുകളൊക്കെ കാണാൻ പറ്റി. പക്ഷേ ഈറ വീടുകളൊക്കെ കുറവാണ്, എല്ലാം വാർത്ത വീടുകളൊക്കെയാണ് ഉള്ളത്. കൊങ്ങന്മരത്തുംമൂട് സെറ്റിൽമെൻറ്റിൽ വെള്ളത്തിന് ഒരു പൈപ്പ് കൊണ്ട് വെച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ട് വെച്ചതാണ്. അതാ ഇതിൽ വെള്ളം പോലും വരുന്നില്ല. ഇവിടെ കുടിവെള്ള പ്രശ്നം ഭയങ്കരമായിട്ടുള്ളൊരു സെറ്റിൽമെൻറ്റാണ്. അപ്പോൾ ഇവിടെ വെള്ളത്തിന് വേണ്ടി ഒരു താഴെ ആറിലൊക്കെയാണ് പോയിട്ട് ആശ്രയിക്കുന്നത്. അതും വേനൽ സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും തുണിയടിക്കുന്നതും കുളിക്കുന്നതൊക്കെ ആ ഒരു ആറ്റിലായിരിക്കും. പിന്നെ വെള്ളം ഭയങ്കര ചീത്തയായിട്ടുള്ള വെള്ളങ്ങളായിരിക്കും കിട്ടുന്നത്. അപ്പോൾ സർക്കാർ വെള്ള സംവിധാനത്തിന് വേണ്ടി പോലും ഒരു ചെറിയൊരു ടാങ്ക് മാത്രമാണ് കേട്ടോ മുകളിൽ കൊണ്ടുവച്ചത്. ഇപ്പം നിലവിലിവിടെ ഇങ്ങനെ പൈപ്പൊന്നും പ്രവർത്തിക്കുന്നില്ല. ആ ടാങ്ക് എല്ലാം വളരെ മോശമായിട്ടിരിക്കുകയാണ്. വെള്ളം ഒഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലിരിക്കുകയാണ്. മോട്ടറും അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ കേടായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ റോഡെന്ന് പറയുന്നത് ഒരു ചെറിയൊരു നടവഴി മാത്രമായിട്ട് ഈ ഒരു സെറ്റിൽമെൻറ്റിൽ മാറിയിരിക്കുകയാണ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെയുള്ളൊരു വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടെത്തിക്കുന്നത്. തൊട്ടപ്പുറത്തുള്ള വിതിരയെന്ന് അമ്മൂമ്മ പറഞ്ഞ കേട്ടല്ലോ, ഏകദേശം 3000 രൂപയാണ് ആവുമെന്ന് പറഞ്ഞത് കേട്ടോ ഈ ഒരു സെറ്റിൽമെൻറ്റിൽ സാധനങ്ങൾ കൊണ്ടെത്തിക്കുന്നെങ്കിൽ. ഗ്രാമത്തിൻ്റെ പ്രധാന ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ കാണിച്ചല്ലോ കുറച്ച് നിരന്നൊരു സ്ഥലം. അപ്പോൾ ആ ഒരു സ്ഥലത്തിന് തൊട്ടടുത്ത് ഒരു മണ്ണൊക്കെ വെച്ച് കെട്ടി ടാർപ്പായൊക്കെ കൊണ്ട് കെട്ടിയൊരു വീടുകൾ കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ പിന്നെ ഇവിടെ പണി തീരാത്തൊരു വീട് കിടപ്പുണ്ട് ഇവിടെ. അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് പോലെ തന്നെ പെട്ടെന്നൊന്നും ഒരു വീട്ടിൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും ഈ ഒരു സ്ഥലത്തേക്കൊന്നും കൊണ്ടെത്തിക്കാൻ പറ്റത്തില്ല. 3000 രൂപയാണെന്നാണ് പറഞ്ഞത് വണ്ടി ചാർജ്. അതായത് വണ്ടി ഒരു ഓട്ടത്തിന് കല്ലും കൊണ്ട് വരുന്നതിന് വണ്ടിക്കൂലി എന്ന് പറയുന്നത് 3000 രൂപയാണെന്നാണ് പറഞ്ഞത്. അതന്ന് ഇപ്പോൾ അതിലേറെ പൈസയാവും ഇവിടെ ഒരു വണ്ടി എത്തുന്നതിന്. അപ്പോൾ അതിന് തൊട്ട് സൈഡിൽ താൽക്കാലികമായിട്ട് ഇവർ മുമ്പ് ഉപയോഗിച്ചു കൊണ്ടിരുന്നൊരു വീടാണ് ഈ കാണുന്നൊരു വലിയച്ഛൻ്റെ വീട്. നമ്മളെ കൊണ്ടുവന്ന പയ്യൻ്റെ വലിയച്ഛൻ്റെ വീട്.
ഇതാ വിതുര ഗ്രാമപഞ്ചായത്ത് 2012 വീടാണെന്ന് തോന്നുന്നുണ്ട്. അന്നത്തെ വീടിൻ്റെ അവസ്ഥയാണ് അത്. ശരിക്കും ആ ഒരു സമയത്ത് മുമ്പ് വീടൊക്കെ കൊടുത്തെങ്കിലും ഇവർക്ക് നല്ല രീതിക്കൊന്നും വീടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടിൽ കഴിയുന്നൊരു ഗ്രാമമാണ് ഈ കാണുന്ന കൊങ്ങമ്മരത്തുംമൂട് എന്ന് പറയുന്നത്. മുകളിലൊക്കെ പോയിട്ട് തിരിച്ച് നമ്മളിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വഴിയിൽ വെച്ച് പരിചയപ്പെട്ടൊരു ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ പേരെന്തോന്നാണ്? നാരായണൻ. ഇവിടെ തന്നെയാണ് വീട്? ഇവിടെ തന്നെയാണ്. ഇവിടെ എങ്ങനെയാണ് ആനശല്യവും ഒക്കെ എങ്ങനെയാണ്? ആനശല്യം ഉണ്ട്. പോത്ത് ഉച്ചയ്ക്ക് പോലും ഇപ്പം നടക്കാൻ പറ്റില്ല. പോത്തിൻ്റെ ശല്യം മെനയാന്ന് തന്നെ എന്നെ ആടിൻ്റെ അവിടെ വെച്ച് പോത്ത് എടുത്ത് തന്നെ. മാമനെയാണ് പോത്തെടുക്കുന്നത്. ഞാൻ പയ്യന്മാർ പറയണ ഞാൻ കേട്ടു. ഞാൻ അവിടെ ചാടി ആറ്റിൻ്റെ അവിടെ പിന്നെ ഇറങ്ങി വരുന്നു എടുക്കാൻ വേണ്ടി. അങ്ങനെ കടയിലോട്ട് പോയി. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാനായിട്ട് അക്കരെ കയറി കയറിയാലും പറ്റും. ബസ് സർവീസ് മാത്രം. അപ്പോൾ ഈ വീടൊക്കെ വയ്ക്കാനായിട്ട് സാധനങ്ങളൊക്കെ വണ്ടി വരാണെങ്കിൽ തലശ്ശേരി കൂടെ വരുള്ളൂ. ഒരു 2-4 കിലോമീറ്റർ ഉണ്ട് കറങ്ങി വരുള്ളൂ. വിതിരയെന്ന് കറങ്ങി കൊപ്പം വഴി. മനസ്സിലായി. പൊന്നാഞ്ചുണ്ട് അതുവഴി അതിലേ വരുള്ളൂ കറങ്ങി. പെട്ടെന്നുള്ളൊരു മാർഗം എന്ന് പറയുന്നത് ഇത് തന്നെ. 15 മിനിറ്റ് മതി. 26 കയറിയിട്ട് അങ്ങനെ. ഓക്കെ. അപ്പം ചേട്ടനൊക്കെ ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ തൊട്ട് മുകളിൽ കണ്ട കല്ലാറ് നദിക്ക് അക്കരെ കയറിയതിന് ശേഷമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മഴയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ആറ്റിൽ വെള്ളം കയറുന്ന സമയത്ത്? പാലമുണ്ട്, പോകാൻ പറ്റും. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ആനയുടെയും പോത്തിന്റെ ശല്യം എപ്പോഴും ഇപ്പൊ പറയാൻ നേരത്തെ പോലെ അല്ലേ, ഭയങ്കര ശല്യമാണ്. നമ്മളങ്ങോട്ടും അങ്ങനെ തന്നെയാണ് ശല്യം. ആന ഉണ്ടായിരുന്നു രാവിലെ എടുത്ത് വിളിക്കുന്നതായിട്ട് തന്നെ. പിന്നെ എപ്പോഴും ഇവിടെ വഴി കൂടെ പോണത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. എപ്പോഴും ഉണ്ടല്ലേ. ഞാനത് പ്രതീക്ഷിക്കാതെയാണ്. ഞാൻ കണ്ടില്ല. എൻ്റെ കൂടെ പട്ടി വന്നു. പട്ടി വരച്ചുകൊണ്ടാണ് ഞാനും കണ്ടത്. അല്ലെങ്കിൽ ഞാനും കണ്ടില്ല. ഞാൻ വഴി കൂടെ ശ്രദ്ധിച്ച് അങ്ങ് പോവില്ല. പോകാതെ ഇതേപോലെയൊക്കെ ആയിരുന്നു. ഒരു തൂപ്പ് ഒരു വരക്കോ എൻ്റെ ഉയരെടുത്ത് കാട്ടുപോത്തല്ലേ. നമ്മളവിടെ ഈ ഇടയ്ക്ക് ഒരു മാമീനെ ഇങ്ങനെ കാട്ടുപോത്തടിച്ച് അങ്ങനെ. അപ്പോൾ നമ്മുടെ ഈ ഒരു സെറ്റിൽമെൻറ്റിലെ കുറച്ച് ആന പ്രശ്നങ്ങളും കാട്ടാന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയാണ് നാരായണൻ എന്ന് പറഞ്ഞ ചേട്ടൻ നമ്മളടുത്ത് സംസാരിച്ചത്. അപ്പോൾ മാമ എന്തായാലും ശരി, നമ്മൾ തിരിച്ച് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരേ ഉള്ളുവെങ്കിലും കാട്ടാനയും കാട്ടുപോത്തും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഈ സെറ്റിൽമെൻറ്റൊക്കെ കൊണ്ട് കാണിച്ചതിന് ശേഷം പയ്യന്മാരൊക്കെ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പയ്യന്മാരുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം പോകാം. എടാ ഞാൻ പോണേ കേട്ടോ. ശരി, ഓക്കെ, കാണാം. ഇവിടെ പോണേ. ഓക്കെ, ശരി, കാണാം. ഹെൽമെറ്റ് ശരി, ഇപ്പം ഞാൻ ഇത് വെച്ചിട്ട് പോയേനെ. ശരിടാ, ഓക്കെ. അപ്പോൾ ഓക്കെ. അപ്പോൾ പയ്യന്മാരുടെ അടുത്ത് യാത്ര പറഞ്ഞതിന് ശേഷം ഞാനങ്ങനെ തിരിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കൊങ്ങന്മരത്തിൻമൂട് എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. പ്രത്യേകിച്ച് വീടുകളൊക്കെ അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇവിടെ ആനശല്യവും കാട്ടാനശല്യവും ഒക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിതുര ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ ഒരു സ്ഥലത്തിന് ഞാൻ വിചാരിച്ചില്ല ഇത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഗ്രാമങ്ങൾ നമ്മുടെ ഈ വിതുര ഗ്രാമപഞ്ചായത്തിലുണ്ടെന്ന്. അപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇതുപോലെ ഇടിമടങ്ങ് അങ്ങനെ ഒരുപാട് ഗ്രാമങ്ങൾ ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് അത്തരം ഗ്രാമങ്ങളുടെ പ്രശ്നങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് എന്തായാലും വീഡിയോ ചെയ്യാൻ സാധിക്കട്ടെ. അതിന് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് വേണം. അപ്പം ഈ ഒരു ഗ്രാമത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ പറ്റുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അങ്ങനെ ഞാൻ സെറ്റിൽമെൻറ്റിലൊക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ കല്ലാർ എന്ന് പറയുന്ന നദിയുടെ തൊട്ട് സൈഡിലൂടെയാണ് കേട്ടോ ഞാൻ പോകുന്നത്. എന്ത് രസമാണോ നോക്കിയേ ഈ ഒരു സ്ഥലവും അതുപോലെ ഇവിടുത്തെ പച്ചപ്പും അതുപോലെ ഈ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ നടക്കുമ്പോഴുള്ള തണുപ്പും ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഇത്തിരി ദൂരം ടൗണ് മാറി ഉള്ളിലേക്കൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഉൾഗ്രാമങ്ങളാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്. ഇവിടുത്തെ കാടിൻ്റെ ഭംഗിയൊക്കെ നോക്കിക്കേ എന്ത് രസമാണ്, ഇതുപോലെ എന്ത് പച്ചപ്പ് നിറഞ്ഞൊരു ഗ്രാമമാണെന്ന്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് നടന്ന് നമ്മൾ ഒരു പാലത്തിൻ്റെ അവിടെ വണ്ടി വെച്ച സ്ഥലമുണ്ടല്ലോ അക്കരെ, അവിടെ കൊണ്ട് നമുക്ക് വണ്ടി വെച്ചതിന് ശേഷം നമുക്ക് ഇനി അടുത്ത് ഏതെങ്കിലും ഗ്രാമത്തിലേക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടോ മണ്ണൊക്കെ കയറി ഇങ്ങനെ കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ മുമ്പൊരു ഉരുൾപൊട്ടലുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ കയറിപ്പോയതെന്നാണ് ഇവിടെയുള്ളവർ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പം അന്ന് ആ ഒരു സമയത്താണ് ഇത്രയും സൈഡൊക്കെ ആറിൻ്റെ സൈഡൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇടിച്ചുകൊണ്ട് പോയത് കേട്ടോ. കാണുന്നൊരു കുഞ്ഞ് വഴി മാത്രമാണ് കേട്ടോ ഇവർക്ക് പെട്ടെന്ന്
ടൗണിലേക്ക് എത്താൻ പറ്റുന്നൊരു ഗതാഗത മാർഗ്ഗം എന്ന് പറയുന്നത്. പക്ഷേ ആ വഴി തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ബൈക്കിനെങ്കിലും പോകാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വഴി, ആ ഒരു വഴി തന്നെ അടിപൊളിയായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ കമ്പിപ്പാലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാലത്തിലൂടെയാണ് മുമ്പ് ഈ ഒരു ഗ്രാമത്തിലുള്ളവർ വീട് വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രാമത്തിലുള്ളവർ ഇതിനക്കരെ ഇങ്ങനെ സിമൻറ്റ് കല്ലും പിന്നെ ഹോളോ ബ്രിക്സ് കല്ലുകളും പിന്നെ സിമൻറ്റും ചല്ലി വാറപ്പൊടി മണലൊക്കെ അവിടെ ഇറക്കിയതിന് ശേഷം തലചുമടായിട്ടാണ് അവർ കൊണ്ട് ഈ ഒരു ഗ്രാമത്തിലേക്ക് കൊണ്ടെത്തിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരം ജില്ലയിലെ വിതുര ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കൊങ്ങൻമരത്തിൻമൂട് എന്ന് പറയുന്നൊരു കുഞ്ഞ് ഉൾഗ്രാമത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയും അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും അവിടുത്തെ അവസ്ഥകളും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ട് ഞാൻ തിരിച്ച് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. നടന്നു കഴിഞ്ഞാലാണ് നമുക്ക് കല്ലാർ എക്കോ ടൂറിസത്തിൻ്റെ കുറച്ച് താഴെയുള്ള നമ്മൾ വന്ന ആ ഒരു കൊങ്ങൻമരത്തിൻമൂടുള്ള കമ്പിപ്പാലത്തേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ ഞാനങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്തരം ഗ്രാമങ്ങളുടെ പ്രശ്നങ്ങളും അതുപോലെ ഇത്തരം ഗ്രാമങ്ങളുടെ കാഴ്ചകളും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാനും അതുപോലെ നിങ്ങൾ തരുന്ന സപ്പോർട്ടുകളും വളരെ വലുതാണ്. അപ്പോൾ ഇതുപോലെ നാട്ടിൽ പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ഗ്രാമങ്ങളുണ്ട് കേട്ടോ വനത്തിനുള്ളിൽ. അപ്പോൾ അത്തരം ഗ്രാമങ്ങളിലേക്ക് തന്നെയായിരിക്കും ഇനിയുള്ള എൻ്റെ യാത്രകൾ. ഇതുപോലെ കാടിനുള്ളിൽ കിടക്കുന്ന ഗ്രാമങ്ങളിലേക്കൊക്കെ ആയിരിക്കും എൻ്റെ യാത്രകൾ കൂടുതലും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻ്റായിട്ട് കൂടി രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു വീഡിയോ ഇട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ സുഹൃത്തുക്കളെ.